വാക്ക് വിത്ത് ഡോക്ടേഴ്സിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു വീഡിയോ ആണ്. ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാം. ഇഷ്ടംപോലെ യൂട്യൂബ് വീഡിയോസ് ഉണ്ട് ഈ ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ച്. അപ്പോൾ എനിക്ക് വളരെ പരിമിതമായ നോളജേ ഉള്ളൂ. ഞാൻ കണ്ടതും ഞാൻ അനുഭവിച്ചതുമായ കാര്യങ്ങളായിരിക്കും പറയുന്നത്. ഞാൻ നട്ടിപ്പോൾ ഏകദേശം 1 വർഷമായി. ഏത് ഇനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ ബ്യൂട്ടി നട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ മലേഷ്യൻ റെഡ് നട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഇല്ല മറ്റേ മഞ്ഞ എന്താണ് നമ്മുടെ യെല്ലോ ഡ്രാഗൺ ഫ്രൂട്ട്, എൻ്റെ പേര് അത് നട്ടിട്ടുണ്ട്. ഇസ്രായേൽ യെല്ലോ അല്ല, നമ്മുടെ മറ്റേ യെല്ലോ എന്താണ് നല്ലതാണെന്ന് പറയുന്നത്, എൻ്റെ പേര് മറന്നല്ലോ. ശരി, അതും നട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ 3 എണ്ണമായിരുന്നു നട്ടത്. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. നട്ടത് ഏതാണെന്ന് ഏത് ഇനമാണെന്ന് തന്നെ ഓർക്കുന്നില്ല. ഞാൻ പല സ്ഥലങ്ങളിൽ നിന്ന് മേടിച്ചാണ് നട്ടത്. പക്ഷേ ഇപ്പോൾ എല്ലാവരും പറയുന്നു ഒരു മൂട്ടിൽ ഒരു പോളിൽ നടുന്നത് ഏറ്റവും നല്ലത് ഒരു ഇനം തന്നെ നടുന്നതാണ് നല്ലതെന്ന്. പക്ഷേ ഞാൻ ആ സമയത്ത് 1 വർഷം മുന്നേ നട്ടപ്പോഴത്തേക്ക് 4 ഇനമാണ് നട്ടത്. ഞാൻ ആ ചെടി കാണിക്കാം. ചെടി കാണിച്ചിട്ട് നമുക്ക് അതിലോട്ട് പോവാം. ഇത് നമ്മുടെ ഇതാണ് കേട്ടോ, ഇത് നമ്മുടെ നാമി സപ്പോട്ടയാണ്. ഇവിടെ നമ്മൾ ജപ്പാൻ പേരയുണ്ട്, വലുതായി. ഒന്ന് ചെറുതാക്കണം ഇത്തവണ. ജപ്പാൻ പേരയുടെ കുറച്ച് കാര്യങ്ങൾ, ജപ്പാൻ പേരെ കുറിച്ച് ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ജപ്പാൻ പേരെ കുറിച്ച് പറയാനുള്ള ഞാൻ ആദ്യം പറഞ്ഞത് നല്ല സ്വാദാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. അത് സമ്മതിക്കാതെ ജപ്പാൻ പേര നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ പ്രശ്നം ഞാൻ കണ്ടത് ഇഷ്ടം പോലെ പുഴുക്കൾ, പെട്ടെന്ന് പുഴുക്കൾ വരാൻ സാധ്യതയുള്ള ഒരു ചെടിയാണ്, പേരയ്ക്കാണ്. അപ്പോൾ ചെറിയൊരു പ്രായത്തിൽ തന്നെ ചെറിയൊരു മരുന്നൊക്കെ അടിക്കുന്നത് അയച്ചാൽ മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ. 2 കാപിടുത്തം, ബാക്കിയുള്ള VNRനെ ഇതൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കാപിടുത്തം നന്നേ കുറവാണ്. ഈ 2 ഡീമെറിറ്റാണ് ഞാൻ കണ്ടത്. ഒരെണ്ണം ഏകദേശം പാകമായി നിൽപ്പുണ്ട്. വേണമെങ്കിൽ നമുക്കതൊന്ന് പറിച്ച് നമുക്ക് വേറെ ടേസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇതാണ് ഞാൻ നട്ട പോള്. ഇതിൽ ഞാൻ ഒരു അയൺ മറ്റേ ഇരുമ്പിൻ്റെ പോളായിരുന്നു. എനിക്ക് മറ്റേ കോൺക്രീറ്റിൻ്റെ ചെയ്യാൻ ഉള്ളൊരു ബുദ്ധിമുട്ട് കാരണം ഇവിടെ ഉള്ള ഒരു പോള് തന്നെ എടുത്ത് ഒരു 2 അടി താഴോട്ടാക്കി. അതുകൊണ്ട് തന്നെ ഇത്രയും ഹൈറ്റ് വന്നൊരു ദോഷമായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ താഴെയൊക്കെ നിൽക്കാൻ പറ്റുന്നുണ്ട്. എനിക്കൊന്ന് 8 അടിയോളം മുകളിലോട്ട് ഉണ്ട് ഈ പോള്. എന്നാൽ അതിൽ ഞാൻ ഈ കയർ ചുറ്റുകയാണ് ചെയ്തത്. ഇതിൻ്റെ എല്ലാവരും അറിയേണ്ടത് നമ്മൾ ചെറിയ സെറ്റപ്പിൽ ചെയ്ത്, കാരണം ഇത് 25 ഇയേഴ്സോളം നിൽക്കുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ നല്ല രീതിയിൽ ഇതിനെ നോക്കിയാൽ മാത്രമേ, നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു സംഭവം ഇട്ടാൽ മാത്രമേ അത് നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ ഭാരം കൂടുന്നതനുസരിച്ച് ഒന്ന് മറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. മറിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പോൾ വളരെ ഇടുന്നത് വളരെ കെയർഫുള്ളായിരിക്കും. അപ്പോൾ ഒരു 2 അടി ഞാൻ താഴോട്ട് ഇട്ടു. ഇതിൻ്റെ നീളം ഓൾറെഡി ഇത്രയും മുകളിലായിട്ടാണ് ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും പോയത്. എല്ലാവരും പറഞ്ഞ അത്രയും വേണ്ട, ഒരു 4 അടി മതി മുകളിലോട്ടെന്നാണ്. പിന്നെ ഞാനൊരു ടയർ മുകളിൽ വെച്ച് വെൽഡ് ചെയ്ത് വെക്കുക ചെയ്തത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഫ്രൂട്ട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് മിക്കവരും ചെയ്യുന്നൊരു കൃഷി തന്നെയാണ് ഡ്രാഗൺ ഫ്രൂട്ട്. അത് ചെയ്തു. ഞാൻ 4 ഇനങ്ങളാണ് നട്ടത്. 4 ഇപ്പം നട്ടിട്ട് 1 വർഷമായി. ഇപ്പം കാവിടുത്തം കുറവാണ്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത ഇതൊക്കെ തന്നെ ഈ പേരയ്ക്ക് അടുത്ത് നിൽക്കുന്നുണ്ടായിരിക്കാം. ഇത് ഡ്രാഗൺ ഏറ്റവും കൂടുതൽ വേണ്ടത് വെയിലാണ്. അപ്പോൾ ഈ അടുത്ത് ഈ വാഴയും പേര നിൽക്കുന്നുണ്ട്. പേര എന്തായാലും ക്രോപ്പ് ചെയ്യും. നമുക്ക് കുറച്ചും കൂടെ വെയിൽ കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ കാവിടുത്തം വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് നടണമെന്ന് വിചാരിക്കുമ്പം തന്നെ എനിക്ക് നല്ല കൺഫ്യൂഷനാണ്. കാരണം എല്ലാവരും, ഞാനും കഴിച്ചത് ഒരു സ്വാദില്ലാത്ത, അധികം മധുരമൊന്നും ഇല്ലാത്ത ഒരു ഫ്രൂട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു നിർവികാരമായ ഒരു ഫ്രൂട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ നടണം. പക്ഷേ കുറേ വീഡിയോസ് ഞാൻ നോക്കിയപ്പോൾ പറഞ്ഞു വീട്ടിൽ വെച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാം കുറേ ഗുണങ്ങളുമുണ്ട്. അപ്പോൾ ടേസ്റ്റ് വീട്ടിൽ വെക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നട്ടത്. എൻ്റെ ആദ്യത്തെ ഫ്രൂട്ടാണ്. 2 ഫ്രൂട്ട് വന്നിട്ടുണ്ട്. പൂ വിരിഞ്ഞ് 28ാമത്തെ ദിവസം എടുക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. പൂ വിരിഞ്ഞ് 14-ാം തീയതിയാണ്, 28 ദിവസമായി. ഇന്ന് 16ആയി. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് വെടിച്ച് കയറിയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് ആ ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം. എനിക്ക് വലിയ സംശയം ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് വെള്ളയാണോ ചുവപ്പാണോ എന്നുള്ളത്. എന്തായാലും വെടിച്ച് കയറിയോണ്ട് എനിക്ക് കാണാൻ പറ്റി ഇത് ചുവപ്പ് തന്നെയാണ്. അത് ഞാൻ ഇപ്പോഴാണ് ഫാമിൽ വന്നത്. എനിക്ക് 14-ാം തീയതി എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇതിൻ്റെ മൂട്ടിൽ ഞാൻ പ്രത്യേകിച്ചൊന്നുമില്ല. മൂട്ടിൽ അധികം വെള്ളം കെട്ടി നിൽക്കരുതെന്ന് എല്ലാവരും പറയുന്നു. അതുകൊണ്ട് തന്നെ വെള്ളം കെട്ടി നിൽക്കാത്തൊരു സ്ഥലം, ഡ്രൈ ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം. ചാണകപ്പൊടി മാത്രമേ ഉള്ളൂ, സ്ലറി. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ വേറെ വളങ്ങളൊന്നും ഈ സ്ഥലങ്ങളിലൊന്നും ഉപയോഗിക്കാറില്ല. ചാണകപ്പൊടി, സ്ലറി ഉപയോഗിക്കാറുണ്ട്. അത്യാവശ്യം ഗ്രോത്ത് ഇല്ല, 1 വർഷത്തിൽ അത്യാവശ്യമായിട്ടൊന്ന് പടർന്നിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമുക്കപ്പോൾ ഈ ഒരു ഫ്രൂട്ട് എടുത്തിട്ട് എങ്ങനെ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം അല്ലേ. നമുക്കൊരു ഫ്രൂട്ട് എടുത്തത് തന്നെ ശരിയായില്ലെന്ന് തോന്നുന്നു. എന്തായാലും അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. എനിക്കൊരു 300 ഗ്രാമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഈ ഫ്രൂട്ടൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഇത് നടണോ വേണ്ടയോ എന്ന് പറയാം. ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ കട്ട് ചെയ്തത്. വളരെ എളുപ്പത്തിൽ ഒന്ന് പോകുന്നുണ്ട്.
ഒരു രക്ഷയില്ലാത്ത കളറാണ് ഇത് കേട്ടോ. എന്താ അടിപൊളി കളർ. ഞാൻ തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്യട്ടെ, അതോ ബാക്കിയുള്ളവർക്ക് കൊടുക്കണം? ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാം. ഞാൻ പ്രതീക്ഷിച്ചത്ര മധുരമൊന്നുമില്ല. നമ്മൾ ആ പുറത്തുനിന്ന് കഴിക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ ഒരു ഫ്ലേവറുണ്ട്. ഒരു ഫ്ലേവറുണ്ട്, വളരെ ജ്യൂസിയാണ്. മധുരം എന്ന് പറയാൻ വേണ്ടി കുറവ് തന്നെയാണ്. ഇനി വരുന്നതാണോ ഇനി അതോ ഈ ഇനത്തിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. എല്ലാവരും പറയാറുണ്ടായിരുന്നു മധുരമുണ്ട് കേട്ടോ, മധുരമുണ്ട്. എന്തായാലും നമ്മുടെ ഗോപിയുടെയും മാമിൻ്റെയും കൂടെ അഭിപ്രായം കൂടെ നോക്കാം. കഴിച്ച് വരുമ്പോഴത്തേക്ക് ഒരു ടേസ്റ്റ് ഉണ്ട്. നല്ല ഫ്ലേവറാണ്. എന്നാലും നഷ്ടമില്ലെന്ന് തോന്നുന്നു, വെക്കുന്നത് നഷ്ടമില്ല. എന്നാൽ ബാക്കിയുള്ളവരുടെ അഭിപ്രായം കൂടെ നമുക്ക് നോക്കാം. മൊത്തത്തിൽ കഴിക്കാം. ഭയങ്കര കളർ, ഭയങ്കര കളർ. നല്ല കയ്യിലെല്ലാം അതിൻ്റെ ആ ഫ്ലേവർ കിട്ടുന്നുണ്ട്. അത്രയ്ക്ക് കളറാണ്. ഫുഡിൻ്റെ ഒക്കെ പറ്റിയ കളർ, നല്ല കളർ. കൊള്ളാം. മധുരം അത്യാവശ്യമുണ്ട്, എന്നാൽ കൊള്ളാം. നമ്മൾ സാധാരണ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന അതിനേക്കാളും വളരെ ഫാർ ബെറ്റർ ആണ്. വളരെ മെച്ചമുണ്ട്. അതാ ഒരു വികാരവും ഇല്ല. ഇത് അങ്ങനെയല്ല, അങ്ങനെയല്ല. ഞാൻ പ്രതീക്ഷേൻ്റെ അത്രയും മധുരമില്ലെന്നേ ഉള്ളൂ. നടാം കേട്ടോ, തീർച്ചയായിട്ടും വീട്ടിൽ നടാം. അല്ലേ, പിന്നെ ഈ മഴക്കാലം ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു മഴക്കാലത്ത് ഉണ്ടാകുന്ന ഫ്രൂട്ട് അവരെല്ലാവരും പറഞ്ഞാലും ഈ സമയം തൊട്ട് അതിൻ്റെ സമയം കേട്ടോ. ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോൾ തുടങ്ങുന്ന ഒരു സെപ്റ്റംബർ ഒക്ടോബർ വരെയൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ 3-4 തവണയായിട്ട് ഇത് കിട്ടും. അമ്മയുടെ അനിയനാ, അപ്പോൾ അദ്ദേഹത്തിനെ കൂടെ നമുക്ക് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാം. ഞാൻ ഫ്രൂട്ട്സ് ഒന്നും വലുതായിട്ട് കഴിക്കാത്ത ആളെ, എന്നിട്ട് എങ്ങനെ ഉണ്ടോ നമുക്ക് ചോദിക്കാം. നല്ല ഫ്രൂട്ട്സ്, എന്നാലും എന്താണ് പ്രത്യേക ഫ്ലേവർ. വലിയ മധുരമൊന്നുമില്ല, പ്രത്യേക ടേസ്റ്റ്. കുഴപ്പമില്ലാത്ത. ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ടില്ല. ഇല്ല, രസമുണ്ട്. ഒരു ചെറിയ കടിയും അരി കടിക്കുന്നതെല്ലാം അറിയാൻ പറ്റും. കൊള്ളാം. ഇതിൻ്റെ ഒറിജിനാലിറ്റി ഇല്ലേ ഇത് സാധനം? പിന്നെ അങ്ങനെ കളർ കണ്ടില്ല. കൊള്ളാം. എനിക്ക് ഫ്രൂട്ടിനെക്കാട്ടി കൂടുതൽ എനിക്ക് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഡീപ്പ് മജന്തയിൽ ബ്ലാക്ക് ഡോട്ട്സ് ആണ്. നേച്ചർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ഫ്രൂട്ട് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പുറത്തുനിന്ന് ഞാനിത് ഒരു പ്രാവശ്യം ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്യൂരിയോസിറ്റിക്ക് വേണ്ടി. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. ഡെഫിനറ്റ്ലി പുറത്തുനിന്ന് കഴിച്ചതിനെക്കാട്ടി നല്ല ടേസ്റ്റ് ഉണ്ട്. പുറത്തുനിന്ന് കഴിച്ചതിന് എനിക്ക് തോന്നുന്നു എന്തോ പഴുപ്പിച്ചതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് നല്ല ഒറിജിനലായിട്ട് ഇരുന്ന് പഴുത്തതിൻ്റെയും നല്ല ജ്യൂസിയാണ്, സോഫ്റ്റാണ്. കടിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് മെൽറ്റ് ചെയ്ത് പോകുന്നുണ്ട്. കുരുവൊക്കെ നല്ല ക്രിസ്പിയാണ്. ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ് കഴിക്കാനായിട്ട്. മധുരം ഭയങ്കരമായിട്ടൊന്നുമില്ല, എന്നാൽ മധുരം ഇല്ലാതെ ഇല്ല. ബ്ലാൻഡ് ഒന്നും അല്ല. ബ്ലാൻഡ് ആയിരുന്നു നമ്മൾ നേരത്തെ കഴിച്ചിട്ടുള്ളത്. അത് ബ്ലാൻഡ് ഒന്നും അല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. കുറേ കഴിക്കാൻ പറ്റും. എനിക്കൊന്നും വലിയ കാലറിയും കാണത്തില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നടാം. എനിക്കൊരു നല്ല സംശയം ഉണ്ടായിരുന്നു, നടണോ വേണ്ടയോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട, തീർച്ചയായിട്ടും നടാം. നല്ലൊരു ഫ്രൂട്ടാണ്. കുറച്ച് സ്ഥലം മാത്രം മതി. ആകെ ആ ഒരു പോൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഞാൻ ബാക്കിയുള്ള വെറൈറ്റീസ് നട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെയും കൂടെ റിവ്യൂ ഞാൻ പയ്യെ കാ പിടിക്കുന്ന അനുസരിച്ച് ഇടാം. ഏതായാലും ഈ ഈ ഇനത്തിന് വരുന്നത് മലേഷ്യൻ ബ്രെഡ് ഡെഫിനറ്റ്ലി നമുക്ക് നടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. മറ്റൊരു ഫ്രൂട്ട് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.